മാസമായ ഈ മണ്ഡലകാലത്ത് ശനിദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ശബരിമല അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് എള്ളു പൊങ്കാല ഉണ്ടാക്കാം. ചിറയൻകീഴ് നമ്മുടെ ശാക്രാദേവി ക്ഷേത്രത്തോട് ചേർന്ന് നമുക്ക് അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാ വർഷവും ഉത്സവത്തിന് സമൂഹ എള്ളു പൊങ്കാല നമ്മൾ ഇടാറുണ്ട്. ആ എള്ളു പൊങ്കാല നമുക്കിന്ന് ഉണ്ടാക്കാം. ഇത് 250 ഗ്രാം എള്ളുണ്ട്. ഇത് നമുക്ക് 2-3 വെള്ളത്തിൽ കഴുകി ഊറ്റി തോർത്തി എടുക്കാം. സ്വാമി സ്വർണ്ണമയ്യപ്പ ചുവടുള്ള കട്ടിയുള്ള പാത്രത്തിൽ വേണം അത് ചെയ്യാൻ. എള്ള് നല്ലോണം വെള്ളം തോർന്നു. ഇനി നമുക്ക് വറുത്തെടുക്കാം. വറുക്കണത് കരിഞ്ഞു പോവരുത്. ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന ഒരു പരുവമുണ്ട്. അതുവരെ നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വറുക്കാം കേട്ടോ. അന്ന് വെള്ളമൊക്കെ നല്ലോണം തോന്നിയതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കാം. മക്കളെ, എള്ളിങ്ങനെ പൊട്ടി തീരാറായിരിക്കുന്നു. നമുക്കിനി ഇത് കോരിയെടുക്കാൻ സമയമായി. കോരിയെടുക്കാം. എള്ളിങ്ങനെ ഇങ്ങനെ പൊട്ടും കേട്ടോ. ഈ സമയത്ത് കോരിക്കോണം. 250 ഗ്രാം എള്ളിന് 50 ഗ്രാം നെയ്യാണ് എടുക്കേണ്ടത്. ഇത് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മൂപ്പിച്ചെടുക്കാൻ 25 ഗ്രാം അണ്ടിപ്പരിപ്പും 25 ഗ്രാം മുന്തിരിങ്ങയും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഓരോന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയിടുക. 1 കപ്പ് വെള്ളമുണ്ട്. ഇത് നമുക്ക് ശർക്കര പാനി കാച്ചാനായിട്ടാണ്. 250 ഗ്രാം എള്ളിന് 250 ഗ്രാം ശർക്കരയാണ്. ഇത് ശർക്കര ഉരുക്കി നമുക്ക് അരിച്ചെടുക്കണം. പക്ഷേ ഇതിപ്പോൾ അരിച്ചെടുക്കണ്ട. മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ഇത് നമുക്ക് നല്ല കുറുക്കിയെടുക്കാം. ഇത് കുറുകി നൂൽ പരുവായിട്ടുണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത ആ നെയ്യിലാണ് നമ്മൾ ഈ ശർക്കരയും വെള്ളം ഒഴിച്ച് കുറുക്കിയെടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ നൂൽ പരുവം. ഈ സമയത്ത് നമുക്ക് ബാക്കി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ചെറിയ തേങ്ങയാണെങ്കിൽ 1 തേങ്ങ, വലിയ തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങ. എനിക്ക് വലുതായതുകൊണ്ട് ഇത് അരമുറി തേങ്ങയാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ടിട്ട് നല്ല ഉരുക്കിയെടുക്കണം. ഈ തേങ്ങയുടെ എന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ. ഇത് ചീത്തയാവാതെ ഇരിക്കും. തേങ്ങയും നെയ്യും ശർക്കരയും എല്ലാം ഇങ്ങനെ ഉരുകി ചേർന്ന് യോജിച്ച് മൂത്തിട്ടുണ്ട്. നമുക്കിനി വറുത്ത് വെച്ചേക്കുന്ന എള്ളിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ചതച്ചിട്ട് ഇട്ടാലും മതി. എന്നിട്ട് ഇതിൻ്റെ കൂടെ മൂപ്പിച്ച് വെച്ചേക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അസാധ്യ സ്വാദും ഗുണവുമാണ് മക്കളെ ഇത്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കി കഴിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ട് തരുന്നത്. എല്ലാവരും കഴിക്കണം കേട്ടാ. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ചെറിയൊരു തീയിലിങ്ങനായിട്ടൊന്ന് ഇളക്കി ഉടനെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യണം. എല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നമുക്കിത് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ അയ്യപ്പസ്വാമിയെ സങ്കല്പിച്ച് വീട്ടിൽ വെച്ച് കൊടുക്കാം. പടത്തിൻ്റെ മുമ്പ് വിളക്കിൻ്റെ മുമ്പൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. വീട്ടിലെല്ലാവർക്കും ദിവസവും രാവിലെ ഓരോ സ്പൂൺ വീതം നമുക്ക് കഴിക്കാം. ഇത് ഇനിയിപ്പം നമുക്ക് ഭഗവാന് വെച്ച് കൊടുക്കാം. ഇത് അയ്യപ്പസ്വാമിക്കുള്ളത്.